മറവി എന്ന് പറയുന്നത് മനുഷ്യ സഹജമാണ്. മറവി സംഭവിക്കാത്ത ആളുകളായി ഒരുപക്ഷെ ആരും തന്നെ ഉണ്ടായിരിക്കുകയുമില്ല. എന്നാൽ ചില മറവികൾക്ക് നമുക്ക് കൊടുക്കേണ്ടി വരിക വലിയ വില തന്നെയായിരിക്കും. അത്തരത്തിൽ കഴിഞ്ഞ ദിവസം തൃശൂരിൽ ഒരു ഞെട്ടിക്കുന്ന സംഭവം നടന്നു. ചാവക്കാട് ഭാഗത്തു നിന്നും ഒരു കുടുംബം ഒന്നിച്ചുല്ലസിച്ച് സിനിമ കാണാനായി എത്തി. എന്നാൽ അവിടെ നിന്നും പോകുമ്പോൾ അവർ ആ തിയേറ്ററിൽ മറന്നുവെച്ചത് മറ്റൊന്നുമായിരുന്നില്ല, അവരുടെ കൂടെ വന്ന ഒരു കുഞ്ഞിനെയായിരുന്നു. ആ രാത്രി കൂടെ വന്നവരെ ഒന്നും കാണാതെ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞ ആ കുഞ്ഞിനെ പിന്നീട് സംഭവിച്ചത് കണ്ടോ? എന്തൊരവസ്ഥയാണിതെന്ന് ആലോചിച്ചു നോക്കണം. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് സംഭവം നടക്കുന്നത്. ഒരു ട്രാവലറിലാണ് ഈ സംഘം കുടുംബസമേതം തിയേറ്ററിലേക്ക് എത്തുന്നത്. അവർ സെക്കൻഡ് ഷോയ്ക്കായി ആദ്യം ഗുരുവായൂരിലെ ദേവകി തിയേറ്ററിലേക്കാണ് എത്തുന്നത്. എല്ലാവരും ഇറങ്ങിയ ശേഷമാണ് അവിടെ ടിക്കറ്റ് ഇല്ല എന്ന കാര്യം അറിയുന്നത്. അപ്പോഴേക്കും ഏകദേശം സിനിമ തുടങ്ങാനുള്ള സമയമാവുകയും ചെയ്തിരുന്നു. ടിക്കറ്റ് കിട്ടില്ല എന്നായപ്പോൾ അവർ ഉടൻ തന്നെ പടിഞ്ഞാറേ നടയിലെ അപ്പാസ് തിയേറ്ററിലേക്ക് വെച്ചു പിടിപ്പിച്ചു. എന്നാൽ ഈ സമയം എല്ലാവരും വണ്ടിയിൽ കയറിയോ എന്ന കാര്യം അവർ ശ്രദ്ധിച്ചതുമില്ല. ഇതോടെ 7 വയസ്സുകാരനായ ആ കുഞ്ഞ് അവിടെ തനിച്ചായിപ്പോയി. തുടർന്ന് വീട്ടുകാരെ അന്വേഷിച്ച് ആ കുഞ്ഞ് ഏറെ നേരം അവിടെ അലഞ്ഞു നടന്നു. ആരെയും കാണാതായതോടെ കരയാനും തുടങ്ങി. കുഞ്ഞ് പേടിച്ച് നിലവിളിച്ച് കരയുന്നത് ശ്രദ്ധയിൽപ്പെട്ട തിയേറ്ററിലെ ജീവനക്കാരാണ് കാര്യമന്വേഷിക്കുന്നത്. തുടർന്ന് കുട്ടിയുടെ വീട്ടുകാർ തിയേറ്ററിനകത്തായിരിക്കുമെന്ന് കരുതി അവിടെയുള്ള 2 സ്ക്രീനിലും കുഞ്ഞുമായി ചെന്ന് സിനിമ നിർത്തിയ ശേഷം അവർ കാര്യമന്വേഷിച്ചു. ഇതോടെ കുട്ടിയുടെ ബന്ധുക്കൾ അവിടെ ഇല്ല എന്ന് മനസ്സിലായി. പരിഭ്രാന്തനായ ആ കുട്ടിയുടെ കയ്യിൽ നിന്നും ഇവർക്ക് കാര്യമായ വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചതുമില്ല. തുടർന്ന് പോലീസിൽ ഏൽപ്പിക്കാമെന്ന് കരുതിയിരിക്കുന്നതിനിടയിലാണ് ഇനി ടിക്കറ്റ് കിട്ടാതെ അപ്പുറത്തെ തിയേറ്ററിലേക്ക് പോയിരിക്കുമോ എന്ന ഒരു സംശയം ജീവനക്കാർക്ക് തോന്നുന്നത്. തുടർന്ന് ഇതേ സിനിമ കളിക്കുന്ന മറ്റൊരു തിയേറ്ററിലേക്ക് വിളിച്ച് അന്വേഷിക്കുകയായിരുന്നു. ഇതോടെയാണ് തങ്ങളുടെ കൂടെയുണ്ടായിരുന്ന കുട്ടി നഷ്ടപ്പെട്ട വിവരം പോലും ആ വീട്ടുകാർ അറിയുന്നത്. ഇതോടെ ബന്ധുക്കൾ ചേർന്ന് നേരെ ദേവകി തിയേറ്ററിലേക്ക് ചെന്നു. എന്നാൽ അപ്പോഴേക്കും തിയേറ്റർ ജീവനക്കാർ കുഞ്ഞിനെ പോലീസിൽ ഏൽപ്പിച്ചിരുന്നു. തുടർന്ന് ബന്ധുക്കൾ ചേർന്ന് പോലീസ് സ്റ്റേഷനിലെത്തിയാണ് കുഞ്ഞിനെ സ്വീകരിക്കുന്നത്. ധൃതിയിൽ അവിടെ നിന്നും കുഞ്ഞിനെ മറന്നുപോയത് പിന്നെയും സ്വാഭാവികമെന്ന് കരുതാം. പക്ഷേ സിനിമയുടെ ഇന്റർവെൽ വരെയും അവർ ആ കുഞ്ഞിനെ അന്വേഷിച്ചില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയാത്ത ഒന്നുതന്നെയാണ്. ഒരുപക്ഷെ ആ സിനിമയിൽ മതിമറന്നതുകൊണ്ട് സംഭവിച്ചു പോയതായിരിക്കാം. എന്തായാലും ഇങ്ങനെയൊരു അബദ്ധമൊന്നും ആരും ചെയ്തു പോകരുത്. ഇവിടെ ആ തിയേറ്ററുകാരുടെ കൃത്യമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ആ കുഞ്ഞിന് ഒന്നും സംഭവിക്കാതെ രക്ഷിതാക്കൾക്ക് തിരികെ ലഭിച്ചത്. ഇതിനു മുൻപും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കണ്ണൂർ തളിപ്പറമ്പിൽ 2 വാഹനങ്ങളിലായി ഭക്ഷണം കഴിക്കാനെത്തിയ കുടുംബം ഇതുപോലെ 1.5 വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെയാണ് മറന്നുവെച്ചത്. പിന്നീട് ജീവനക്കാർ CCTV നോക്കി ബന്ധുക്കളെ കണ്ടെത്തി വിളിച്ചറിയിച്ച ശേഷമാണ് അവർ കുഞ്ഞിനെ നഷ്ടപ്പെട്ട കാര്യം അറിയുന്നത്. അതുപോലെ തന്നെ കോഴിക്കോട് ഒരു പ്രമുഖ ഷോപ്പിംഗ് മാളിലേക്ക് വിവാഹ വസ്ത്രമെടുക്കാനെത്തിയ കുടുംബത്തിലെ ഒരു 5 വയസ്സുകാരിയെ മറന്നുവെച്ച സംഭവവും ഏറെ വൈറലായിരുന്നു. വസ്ത്രമെടുത്ത ശേഷം കുഞ്ഞിന്റെ കാര്യം മറന്ന് അവർ തിരികെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. പിന്നീട് വീട്ടുകാരെ അന്വേഷിച്ച ആ കുഞ്ഞ് മണിക്കൂറുകളോളമാണ് മാളിൽ അലഞ്ഞു തിരിഞ്ഞത്. രാത്രി 11 മണിയോടെ ഷോപ്പ് അടയ്ക്കാൻ നേരമാണ് പേടിച്ച് കരയുന്ന ആ കുഞ്ഞിനെ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. കുഞ്ഞിനോട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ സ്കൂളിന്റെ പേര് മാത്രമാണ് അവൾക്ക് പറയാനായത്. തുടർന്ന് പോലീസിനെ വിവരമറിയിക്കുകയും പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ സ്കൂളിലെ അധ്യാപകരുമായി ബന്ധപ്പെട്ട് കുഞ്ഞിന്റെ പിതാവിന്റെ ജ്യേഷ്ഠന്റെ നമ്പർ കണ്ടെത്തുകയുമായിരുന്നു. കുഞ്ഞിനെ നഷ്ടപ്പെട്ടതൊന്നും അറിയാതെ ഇവർ വീട്ടിലേക്ക് എത്തിയ സമയത്താണ് പോലീസ് ഇവരെ ബന്ധപ്പെടുന്നത്. എന്നാൽ കുട്ടിയുടെ മാതാപിതാക്കൾ ഈ സംഘത്തിലുണ്ടായിരുന്നില്ല. പിന്നീട് പുലർച്ചെ 2 മണിക്ക് പോലീസ് സ്റ്റേഷനിലെത്തിയാണ് ബന്ധുക്കൾ കുട്ടിയെ ഏറ്റുവാങ്ങുന്നത്. കുടുംബം ഒന്നിച്ച് പുറത്തു പോകുമ്പോൾ കുട്ടികളുടെ മേൽ എപ്പോഴും ഒരു ശ്രദ്ധ വേണമെന്ന് തെളിയിക്കുന്നത് കൂടിയാണ് ഇത്തരം സംഭവങ്ങളെല്ലാം.